നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് സി കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് സി കമ്മ്യൂട്ടേഷനകത്ത് നമുക്ക് 2 SCR ഉണ്ട്. ക്ലാസ് സി കമ്മ്യൂട്ടേഷനകത്ത് എത്ര SCR ഉണ്ട്? 2 SCR ഉണ്ട്. അതിലൊരു SCR ആണ് മെയിൻ തൈറിസ്റ്റർ. ഒരു SCR മെയിൻ തൈറിസ്റ്ററും രണ്ടാമത്തെ SCR ഓക്സിലറി തൈറിസ്റ്ററുമാണ്. സോ ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ക്ലാസ് സി കമ്മ്യൂട്ടേഷനകത്ത് 2 തൈറിസ്റ്ററുണ്ട്. ഒരെണ്ണം മെയിൻ തൈറിസ്റ്ററും ഒരെണ്ണം എന്താണ്? ഓക്സിലറി തൈറിസ്റ്ററുമാണ്. ഇനി ഇതെന്ന് പറയുന്നത് ക്ലാസ് സി കമ്മ്യൂട്ടേഷനും ഒരു ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. നമ്മൾ ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ പറഞ്ഞായിരുന്നു അതൊരു ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനാണ്. അതുപോലെ ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ എന്തും കൂടെയാണ്? കറൻറ്റ് കമ്മ്യൂട്ടേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലാസ് സി കമ്മ്യൂട്ടേഷനും ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. ഇനി ഈ ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന ഒരു പേരെന്താ? കോംപ്ലിമെൻ്ററി ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കോംപ്ലിമെൻ്ററി ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്? ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം മെയിൻ തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യാൻ നമ്മൾ ഓക്സിലറി തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്ത് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻ തൈറിസ്റ്ററിനെ കമ്മ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാൻ നമ്മൾ എന്നാ ചെയ്യും? ഓക്സിലറി തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്ത് ഓൺ ചെയ്യുക ചെയ്യുന്നത്. ഓക്സിലറി തൈറിസ്റ്റർ ഓൺ ആവുമ്പോൾ മെയിൻ തൈറിസ്റ്റർ കമ്മ്യൂട്ടേറ്റ് ചെയ്യും. ഓക്സിലറി തൈറിസ്റ്റർ ഓൺ ആവുമ്പോഴാണ് ഇവിടെ മെയിൻ തൈറിസ്റ്റർ ഓഫ് ആവുന്നത്. അതുപോലെ മെയിൻ തൈറിസ്റ്റർ ഓഫായി കഴിഞ്ഞാൽ മെയിൻ തൈറിസ്റ്റർ പിന്നെ നമ്മൾ ട്രിഗർ ചെയ്ത് ഓൺ ചെയ്താൽ ഓക്സിലറി തൈറിസ്റ്ററും ടേൺ ഓഫ് ആവും. മെയിൻ തൈറിസ്റ്റർ എപ്പോഴാണോ ട്രിഗർ ചെയ്ത് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഓക്സിലറി തൈറിസ്റ്റർ ഇവിടെ ഓഫ് ആവും. അതുകൊണ്ടാണ് ഇതിനെ കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് സി കമ്മ്യൂട്ടേഷനെ കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞത് ക്ലാസ് സി കമ്മ്യൂട്ടേഷനകത്ത് മെയിൻ തൈറിസ്റ്ററുമുണ്ട് ഓക്സിലറി തൈറിസ്റ്ററുമുണ്ട്. മെയിൻ തൈറിസ്റ്ററിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ ഓക്സിലറി തൈറിസ്റ്ററിനെ നമ്മൾ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്. ഇത് കോംപ്ലിമെൻ്ററി ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ അല്ലെ കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പം തൈറിസ്റ്ററിന് അക്രോസ് റിവേഴ്സ് വോൾട്ടേജ് വരും. കപ്പാസിറ്റർ എപ്പോഴാണോ ഡിസ്ചാർജ് ചെയ്യുന്നത് അപ്പം തൈറിസ്റ്ററിന് അക്രോസ് റിവേഴ്സ് വോൾട്ടേജ് വരുന്നു. ഈ റിവേഴ്സ് വോൾട്ടേജാണ് തൈറിസ്റ്ററിനെ റിവേഴ്സ് ബയാസ് ചെയ്ത് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പം തൈറിസ്റ്ററിന് അക്രോസ് റിവേഴ്സ് വോൾട്ടേജ് വന്നിട്ട് റിവേഴ്സ് വോൾട്ടേജ് ആണ് തൈറിസ്റ്ററിനെ റിവേഴ്സ് ബയാസ് ചെയ്ത് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഫോഴ്സ്ഡ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ്. ഇത് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ട് നോക്കാം. ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ടിനകത്ത് ഒരു മെയിൻ തൈറിസ്റ്റർ ഉണ്ട്. മെയിൻ തൈറിസ്റ്ററിൻ്റെ പേര് T1 എന്നാണ്. ഓക്സിലറി തൈറിസ്റ്ററിൻ്റെ പേര് T2 എന്നാണ്. ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കിയാൽ സർക്യൂട്ട് നോക്കിയാൽ മെയിൻ തൈറിസ്റ്റർ T1 ഉണ്ട്, ഓക്സിലറി തൈറിസ്റ്റർ T2 ഉണ്ട്. ഇവിടെ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? R1 ആണ്. R1 എന്ന് പറയുന്നത് T1 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ലോഡ് റെസിസ്റ്റർ ഏതാണ്? R1 ആണ്. R1 T1 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കുമ്പം മോഡ് 1 നോക്കിക്കേ. മോഡ് 1 എന്ത് സംഭവിക്കും? T1 T2 ഓഫാണ്. T1 T2 ഓഫാണ്. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആണ്. അതായത് നമ്മളിത് ഓൺ ചെയ്യുന്നതേ ഉള്ളൂ. ഓൺ ചെയ്യുന്ന ആ ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് T1 T2 ഓഫാണ്. T1 T2 ഓഫ്. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആണ്. അതായത് T1 T2 ഓഫ്, EC = 0. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് EC എന്ന് പറയുന്നത് 0 ആണ്. ഇനി ω_t = T0 നമ്മൾ T1 ട്രിഗർ ചെയ്യും. T1 ട്രിഗർ ചെയ്താൽ T1 ഓൺ ആവും. T1 ഓൺ ആയാൽ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് നോക്കി. EDCയിൽ നിന്ന് R1 വഴി T1 വഴി EDCയിലോട്ട് പാത്ത് കംപ്ലീറ്റ് ചെയ്യും. EDC R1 T1 EDC അങ്ങനെയാണ് പോകുന്നത്. EDC R1 T1 EDC. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഇതിലെയാണ് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് കറണ്ട് EDCയിൽ നിന്നും R2 വഴി C വഴി T1 വഴി EDC വരും. പാത്ത് നോക്കിക്കേ. EDC R2 കപ്പാസിറ്റർ T1 EDC.
സോ 2 കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ലോഡ് കറണ്ട് എന്ന് പറയുന്നത് EDC R1 T1 EDC. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന കറൻറ്റോ EDC R2 കപ്പാസിറ്റർ T1 EDC എന്ന് വരും. സോ ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. ഈ മോഡിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. സോ ഈ മോഡ് തീരുന്ന സമയത്ത് T1 എന്ന് പറയുന്നത് T1 ഓൺ ആയിരിക്കും, T2 എങ്ങനെയാണ്, T2 ഓഫ് ആയിരിക്കും. EC എന്ന് പറയുന്നത് എന്താ, കപ്പാസിറ്റർ ചാർജ് ചെയ്ത് സപ്ലൈ വോൾട്ടേജ് വരെ ചാർജ് ചെയ്യും. അതുകൊണ്ട് EC എന്ന് പറയുന്നത് EDC ആയിരിക്കും. ഈ മോഡിൽ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്ര വരും? ടോട്ടൽ കറണ്ട് IT1 എന്ന് പറയുന്നത് EDC × 1/R1 + 1/R2 ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ടോട്ടൽ കറണ്ട് T1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ടോട്ടൽ കറണ്ട് IT1 എന്ന് പറയുന്നത് EDC × 1/R1 + 1/R2 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡ് 3 ആണ്. മോഡ് 3ൽ എന്നാ പറ്റുന്നത്? ω_t = T1 ആവുമ്പോൾ നമ്മൾ തൈറിസ്റ്റർ T2നെ ട്രിഗർ ചെയ്യും. എന്തിനായിരിക്കും T2നെ ട്രിഗർ ചെയ്യുന്നത്? T2നെ ട്രിഗർ ചെയ്താൽ T2 ഓൺ ആവും. T2 ഓൺ ആവുന്ന അതേ സമയം എന്ത് സംഭവിക്കും? T2 ഓൺ ആവുന്ന അതേ സമയത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി ഈ T2 വഴി നമ്മുടെ T1ൻ്റെ കാഥോഡിലേക്കാണ് വരുന്നത്. നോക്കിക്കേ, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി T2 ഓൺ ആയതുകൊണ്ട് പോസിറ്റീവ് പൊളാരിറ്റി നേരെ T1ൻ്റെ കാഥോഡിലോട്ട് വരും. അതായത് കപ്പാസിറ്റർ ശരിക്കും പറഞ്ഞാൽ തൈറിസ്റ്റർ T1നെ അക്രോസ് റിവേഴ്സ് ബയാസ് ആവും. കപ്പാസിറ്റർ എന്ത് ചെയ്യും? തൈറിസ്റ്റർ T1നെ റിവേഴ്സ് ബയാസ് ചെയ്യും. അങ്ങനെ T1 എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലോട്ട് പോകും. സോ മോഡ് 3ൽ നമ്മൾ T2നെ ട്രിഗർ ചെയ്യും. T2നെ ട്രിഗർ ചെയ്ത് T2 ഓൺ ചെയ്യും. T2 ഓൺ ചെയ്യുമ്പം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ചാർജ് ആയിരിക്കുന്ന പ്ലേറ്റ് നേരെ T1ൻ്റെ കാഥോഡിലേക്കാണ് വരുന്നത്. T1ൻ്റെ കാഥോഡിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? കപ്പാസിറ്റർ T1നെ റിവേഴ്സ് ബയാസ് ചെയ്യുകയും T1നെ ഓഫ് ആക്കുകയും ചെയ്യും. സോ നമ്മൾ നോക്കിയാൽ കാണാം, T2നെ ട്രിഗർ ചെയ്യുമ്പം T2 ഓൺ ആവുമ്പം കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് T1ൻ്റെ ആനോഡിലേക്കും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് T1ൻ്റെ കാഥോഡിലേക്കുമാണ് ഡയറക്റ്റ് വരുന്നത്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് T1ൻ്റെ ആനോഡിലേക്കും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി T1ൻ്റെ കാഥോഡിലേക്കും വരും. അങ്ങനെ T1നെ റിവേഴ്സ് ബയാസ് ചെയ്യും. അപ്പോൾ T1നെ റിവേഴ്സ് ബയാസ് ചെയ്യുന്നത് ചാർജ്ഡ് കപ്പാസിറ്ററാണ്. അങ്ങനെ T1 ഓഫ് ആവുമ്പോൾ എന്ത് പറ്റും? T1 അവിടെ കമ്മ്യൂട്ട് ചെയ്യും, T2 കണ്ടക്റ്റ് ചെയ്യും. T1ൻ്റെ കമ്മ്യൂട്ടേഷൻ ചെയ്യുന്ന ആരാണ്? T2 ഓൺ ചെയ്തിട്ടാണ് T1ൻ്റെ കമ്മ്യൂട്ടേഷൻ ഇവിടെ നടക്കുന്നത്. ഇനി കപ്പാസിറ്റർ എന്ത് പറ്റും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ വീണ്ടും ചാർജ് ചെയ്യും. സോ കപ്പാസിറ്റർ -EDC വരെ ചാർജ് ചെയ്യും നമുക്ക് പറയാം. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് വീണ്ടും ചാർജ് ചെയ്യും. എവിടെ വരെ ചാർജ് ചെയ്യും? -EDC വരെ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യും. അപ്പം ചാർജിങ് പാത്ത് ഓഫ് കപ്പാസിറ്റർ ഏതാ? റിവേഴ്സ് ഡയറക്ഷനിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന പാത്ത് ഏതാണ്? EDCയിൽ നിന്ന് നോക്കിക്കേ, EDCയിൽ നിന്ന് R1 വഴി EDC R1 ദെൻ കപ്പാസിറ്റർ T2 EDC എന്നാണ് നമ്മുടെ പാത്ത്. കപ്പാസിറ്റർ മോഡ് 3ൽ റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യുന്ന പാത്ത് എവിടെയാണ്? EDC R1 കപ്പാസിറ്റർ T2 EDC. പാത്ത് ഓർത്തിരിക്കുക, EDC R1 കപ്പാസിറ്റർ T2 EDC എന്നാണ്. അപ്പം മോഡ് 3യുടെ ഒരു എൻഡ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? T1 ഓഫായി. മോഡ് 3 കഴിയുമ്പോൾ T1 ഓഫായി, T2 എന്തായി? T2 ഓണായി. EC എന്ന് പറയുന്നത് എന്താണ്? EC എന്ന് പറയുന്നത് -EDC ആയിരിക്കും. റിവേഴ്സ് ഡയറക്ഷൻ ചാർജ് ചെയ്തില്ലേ? സോ EC എന്ന് പറയുന്നത് -EDC ആയിരിക്കും. ഇനി ഈ മോഡിനകത്ത് T2യിലൂടെയുള്ള കറണ്ട് നോക്കിക്കേ. T1 ഓഫാണെന്നറിയാം. T2യിലൂടെയുള്ള ടോട്ടൽ കറണ്ട് നോക്കിക്കേ. T2യിലൂടെയുള്ള ടോട്ടൽ കറണ്ട് EDC × 2/R1 + 1/R2 ആണ്. അപ്പം സ്റ്റാർട്ടിങ്ങിലെ കറണ്ടാണിത്. IT2 എന്ന് പറയുന്നത് EDC × 2/R1 + 1/R2 ആണ്. 2/R1 + 1/R2 ആണ് കറണ്ട്. സോ T2യിലൂടെയുള്ള കറണ്ട് എത്രയാണ്? EDC × 2/R1 + 1/R2 ആണ്. അടുത്ത മോഡെന്ന് പറയുന്നത് T3യിൽ ω_t = T3യിൽ T1നെ ട്രിഗർ ചെയ്യും. T1നെ ട്രിഗർ ചെയ്താൽ എന്നാ പറ്റും? T1നെ ട്രിഗർ ചെയ്താൽ T1 ഓൺ ആവും. T1 ഓൺ ആവുമ്പോൾ എന്നാ പറ്റും?
നമ്മുടെ T2 എന്ന് പറയുന്നത് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ കാരണം റിവേഴ്സ് ബയാസ് ആവും. T2 എന്ന് പറയുന്നതിന് എന്ത് പറ്റും? കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ കാരണം റിവേഴ്സ് ബയാസ് ആവും. കപ്പാസിറ്റർ മോഡ് 3യുടെ എൻഡിൽ കപ്പാസിറ്റർ എങ്ങനെയാണ് നിൽക്കുന്നത്? -EDC വരെ ചാർജ് ചെയ്താണ് നിൽക്കുന്നത്. ഈ കപ്പാസിറ്റർ നമ്മളെപ്പോൾ T1 ഓൺ ആക്കുന്നോ അപ്പം ഈ -EDC വരെ ചാർജ് നിൽക്കുന്നത് ഇവിടെ എന്തിന് അക്രോസ് വരും? T2 അക്രോസ് വരും. സോ T2 റിവേഴ്സ് ബയാസ് ചെയ്യും. റിവേഴ്സ് ബയാസ് ചെയ്ത് T2 ഓഫാക്കും. കപ്പാസിറ്റർ ആണ് T2 ഓഫാക്കുന്നത്. അങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിട്ട് വീണ്ടും റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ആവും. അപ്പം നമ്മുടെ മോഡ് 4 കഴിയുമ്പം T1 വീണ്ടും ഓൺ ആവും. T2 എന്ന് പറയുന്നത് ഓഫാവും. T2 ഓഫാവും. EC എന്ന് പറയുന്നത് എന്താവും? EDC ആവും. EDC ആവും. മോഡ് 4ൽ T1 ആണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. T1 ഓൺ ചെയ്യുമ്പം T2 ഓഫാവും. കപ്പാസിറ്റർ എവിടെ വരെ ചാർജ് ആവും? EDC വരെ ചാർജ് ആവും. ഈ മോഡിനകത്തെ കറണ്ട് നോക്കിക്കേ. T1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് EDC × 2/R2 + 1/R1 ആണ്. അപ്പം T1 കൂടെ ഉള്ള കറണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ EDC × 2/R2 + 1/R1. സോ തൈറിസ്റ്റർ 1 കൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് EDC × 2/R2 + 1/R1 ആണ്. അപ്പോൾ നമ്മൾ മോഡ് 1ൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. മോഡ് 2ലും IT1 പറഞ്ഞിരുന്നു. എന്താ വ്യത്യാസം? മോഡ് 2 തുടങ്ങുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ആയിട്ടില്ല. കപ്പാസിറ്റർ ചാർജ് ആവാത്തത് കൊണ്ടാണ് അവിടെ ടോട്ടൽ കറണ്ട് EDC × 1/R1 + 1/R2 വന്നത്. മോഡ് 3ലെ ടോട്ടൽ കറണ്ട് IT2 എന്ന് പറയുന്നത് എന്ത് വരും? IT2 എന്ന് പറയുന്നത് EDC × 2/R1 + 1/R2 ആണ്. കാരണം അവിടെ കപ്പാസിറ്റർ ചാർജ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2/R1 + 1/R2 എന്ന് പറയുന്നത്. മോഡ് 4 വരുമ്പോൾ എന്താണ്? തൈറിസ്റ്റർ 1 കൂടെ ഉള്ള കറണ്ട് എന്ത് വരും? EDC × 2/R2 + 1/R1 ആണ്. 2/R2 + 1/R1 ആണ്. തെറ്റിപ്പോവരുത്. ഇനി ഈ കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഈ കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി <1000 ഹെഡ്സിനാണ്. ഫ്രീക്വൻസീസ് 1000 ഹെഡ്സിൽ താഴെയാണെങ്കിലാണ് ഈ കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഫ്രീക്വൻസീസ് <1000 ഹെഡ്സിനാണ് ഈ കമ്മ്യൂട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ T1 ഓഫ് ചെയ്യണമെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് T1 അക്രോസ് വന്ന് റിവേഴ്സ് ബയാസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് T1 അക്രോസ് ഉള്ള വോൾട്ടേജിന് ഈക്വലെങ്കിലും ആയിരിക്കണം. ഇനി ക്ലാസിക് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ക്ലാസിക് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ടിലാണ്. സിംഗിൾ ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട് ദാറ്റ് എംപ്ലോയ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. സിംഗിൾ ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട് ദാറ്റ് എംപ്ലോയ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിലാണ് നമ്മൾ ക്ലാസിക് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. Thank you.